ഇന്നിപ്പോ എന്റെ കൂടെ ഉള്ളത് ശോഭയാണ്. ശോഭ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ശോഭയുടെ ഹാർട്ടിന്റെ ഇഷ്യൂസ് ആയിരുന്നല്ലോ, അത് ഇവിടെ വരുമ്പോ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് പറയാവോ? എനിക്ക് ആദ്യം വരുമ്പോൾ ഒരു 4-5 വർഷമായിട്ട് എനിക്ക് ഭയങ്കര നെഞ്ചിടിപ്പാണ്. രാത്രിയിൽ ഉറക്കത്തിൽ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കും നെഞ്ചിടിപ്പ് കാരണം. പിന്നെ കുറെ കാർഡിയോളജിസ്റ്റിനെ 2-3 പേരെ മാറി മാറി കാണിച്ചു, ആൻജിയോഗ്രാം ചെയ്തു. 1 വർഷം 2 വർഷത്തോളം മരുന്ന് കഴിച്ചു, ഗുളിക കഴിച്ചിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചായിരുന്നു. എന്നിട്ടൊന്നും ഒരു കുറവുമില്ല. പിന്നെ അങ്ങനെയാണ് ലാസ്റ്റ് ഞാൻ ഡോക്ടറെ ഇത് കണ്ടിട്ട് വിളിച്ചതും ഇവിടെ വന്നതും ഇവിടെ ഇന്ന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്ക് നല്ല ഉറക്കമുണ്ട്. നെഞ്ചിടിപ്പ് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ നല്ല കുറവുണ്ട്, നല്ല ഉറക്കമുണ്ട്. പിന്നെ വേദനകളൊക്കെ ജോയിന്റ്സിനോ ഇതിനൊക്കെ വേദനകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഏകദേശം മാറി സുഖമായിട്ടിരിക്കുന്നു, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേത് ഓരോ മണിക്കൂറിലുള്ള സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു, ഏറ്റവും വലിയൊരു നേട്ടമായി. ഇനി ഒരു 10-20% കൂടി കുറയാനുണ്ടാവും അല്ലെ? അത്രയുണ്ട്. സമയം എടുത്തിട്ട് നമ്മള് പ്രധാനമായിട്ടും ഹാർട്ടിന്റെ പമ്പിങ് കൂട്ടുന്നു. അത് ഗ്രാജുവലി കേറി വരണം. രാത്രി സമയത്തായിരുന്നു നമുക്ക് ബുദ്ധിമുട്ട്. അപ്പൊ നമ്മള് ശ്രമിച്ച കാര്യം എന്ന് പറയുന്നത്, ഒന്ന് രാത്രിയിൽ സർക്കുലേഷൻ കുറയും, അന്ന് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചു രാത്രി സമയത്തുള്ള. അപ്പൊ ഒന്ന് ഹാർട്ടിന്റെ പമ്പിങ് കൂട്ടി. എത്രയും കാര്യങ്ങളാണ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയൊക്കെ നമ്മൾ ചെയ്തത്. പിന്നെ കുറച്ച് നീർക്കെട്ടുണ്ടായിരുന്നു, കഴുത്തിലൊക്കെ കുറച്ച് നീർക്കെട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പം യൂഷ്വലി ഹാർട്ടിന്റെ പമ്പിങ് കൂട്ടിയപ്പോ തന്നെ രാത്രി സമയത്ത് തണുപ്പ് കൊണ്ട് രക്തക്കുഴലുകൾ ചെറുതാവും. അതുകൊണ്ടാണ് രാത്രിയിൽ ഹൃദയമിടിപ്പല്ല കൂടുന്നത്, ഹൃദയമിടിപ്പ് കൂടുന്ന പോലെയൊക്കെ തലയിലും പൾസേഷൻ വരുന്ന പോലെ വരും. അതൊക്കെയായിരുന്നു ഉറക്കത്തെ തടസ്സപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ അല്ലെ? അപ്പൊ നമ്മൾ ചെയ്തത് ഇത്ര തന്നെ ഉള്ളൂ. കുറച്ചും കൂടിയൊക്കെ പമ്പിങ് കൂട്ടിയപ്പോ രാത്രിയിൽ തണുപ്പ് വന്നാലും നമുക്ക് രക്തോട്ടം കിട്ടി. അപ്പൊ പൾസേഷൻ കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, ശരി, താങ്ക് യു.